പ്രിയമുള്ളവരെ, തിരുക്കുടുംബത്തിൻ്റെ തിരുനാളെന്ന് ആഘോഷിക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ തിരുനാളാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണെന്ന് നമ്മെ ഓരോരുത്തരെയും ഇന്നേ ദിനത്തിൽ ഓർമ്മിപ്പിക്കുക. ആദ്യത്തെ കുടുംബം, ഏദൻ തോട്ടത്തിലെ കുടുംബം, ദൈവം സ്വപ്നം കണ്ട കുടുംബം, ദൈവത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് ദൈവിക സങ്കല്പങ്ങളെ അട്ടിമറിച്ചതുകൊണ്ടാണ് ദൈവം വാഗ്ദാനം ചെയ്ത ഒരു പുതിയ കുടുംബത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചൊക്കെ പുതിയ വാഗ്ദാനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിരുക്കുടുംബത്തെ നമുക്കോരോരുത്തർക്കും നൽകിക്കൊണ്ട് പുതിയ കുടുംബത്തിൽ പാകപ്പിഴകളൊന്നും ഉണ്ടാകാതെ ആ കുടുംബം സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ നിറവായി മാറി. ഈ തിരുക്കുടുംബം എങ്ങനെ തിരുക്കുടുംബമായി എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും അനുയോജ്യമായ കാര്യമാണ്. പിതാവായ യൗസേപ്പ് വളരെ നിശബ്ദനായിരുന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ ദൈവദൂതൻ നൽകിയ സന്ദേശങ്ങളെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. പരിശുദ്ധ കന്യാമറിയം വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ആ വചനം തൻ്റെ കുടുംബത്തിൽ നിറവേറുവാനായിട്ട് സഹായിക്കുകയും ചെയ്തു. ഇവരുടെ മകനായ ഉണ്ണി യേശു പക്വതയിലേക്ക് ഈ മാതാപിതാക്കളിലൂടെ വളരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു പൂർണ്ണമായിട്ടുള്ള പക്വതയിലേക്ക് വളരുവാൻ ഈ മാതാപിതാക്കളുടെ സാന്നിധ്യവും സാമീപ്യവും സഹായിച്ചതുകൊണ്ടാണ് ദൈവിക പദ്ധതിയിലേക്ക് വളർത്തുവാനായിട്ട് സാധിച്ചത്. ഈ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. രാജ്യത്തിൻ്റെ നിയമങ്ങളും ദൈവത്തിൻ്റെ നിയമങ്ങളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കി. കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കാനേഷ് കുമാരി എടുക്കുവാനായി തങ്ങളുടെ പേര് ചേർക്കുവാൻ ബെത്ലഹേമിലേക്ക് പോകുന്ന യൗസേപ്പിനെയും മറിയത്തെയും കാണുവാൻ കഴിയും. കരുതലുകൾ ഒന്നും ഇല്ലായിരുന്നു. ഉണ്ണിയേശു ഉദരത്തിലുണ്ടായിരുന്നിട്ടും ആ പോക്കിൽ അവർ പ്രസവവേദന അനുഭവിക്കുന്നു. കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് സ്ഥലമന്വേഷിക്കുന്നു, ലഭിക്കുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അവർ ആ കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യും. ഉണ്ണിയേശുവിനെ വളർത്തുന്നതിനിടയിൽ അവരുടെ മതപരമായ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലൂക്കാസ് സുവിശേഷകൻ പറയുന്നുണ്ട്, എല്ലാ വർഷവും അവർ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ഒരു യഹൂദനായി ജീവിക്കുന്നതിന് 3 പ്രാവശ്യമെങ്കിലും അവൻ 3 പ്രാവശ്യത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു തിരുനാളിനെങ്കിലും പങ്കെടുക്കണം. പെസഹ തിരുനാള്, കൂടാര തിരുനാള്, പെന്തക്കോസ്ത തിരുനാൾ. ഈ 3 തിരുനാളിൽ ഏതെങ്കിലും ഒന്ന് പങ്കെടുക്കണമെന്ന് യഹൂദർക്ക് ഒരു കർശനമായ ഒരു നിർദ്ദേശമുണ്ടായി. യൗസേപ്പും മറിയവും ഉണ്ണിയേശുവും ദേവാലയത്തിൽ പോയതായിട്ടും 12ാമത്തെ വയസ്സിൽ അവനെ ദേവാലയത്തിൽ കാണാതായ സംഭവത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 12 എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. 12 ഗോത്രങ്ങളെ കാണുവാൻ കഴിയും. 12 ശിഷ്യന്മാരെ കാണാനായിട്ട് സാധിക്കും. 12 എന്നുള്ള ഉണ്ണിയേശുവിൻ്റെ വയസ്സ് കാണാനായിട്ട് സാധിക്കും. 12 വയസ്സുള്ള ജെയ്റൂസിൻ്റെ മകളെ ഉയർപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നിരവധിയായ 12കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
എന്തായിരിക്കും ഈ 12-12 എന്ന് ഓർമ്മിപ്പിക്കുക? അതൊരു കംപ്ലീഷൻ അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഒന്നാണ്. മാതാപിതാക്കളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു പക്വതയിലേക്ക് വളരുവാൻ സാധിച്ച യേശു ഞങ്ങൾ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്കറിഞ്ഞുകൂടെ ഞാൻ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ട. ഇന്ന് നമ്മുടെ മക്കൾ എന്തായിരിക്കും ചോദിക്കുക? നിന്നെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു, നീ എവിടെയായിരുന്നു ചോദിച്ചാൽ നമ്മുടെ മക്കളുടെ മറുപടി എന്തായിരിക്കും? ഓരോ മാതാപിതാക്കളും ചിന്തിക്കുന്നത് നന്നായിരിക്കും. എൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട, എനിക്കിഷ്ടം പോലെ ഞാൻ ചെയ്യും. ഞാൻ എവിടെ പോയെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മളാരും അവരെ പക്വതയിലേക്ക് വളർത്തിയില്ല. പക്വത അതിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ ചോദിച്ചത് അവൾ ചോദിച്ചതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയായിട്ട് മാതാപിതാക്കൾ മാറുകയും അവരുടെ ഫിസിക്കലായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മാത്രമായിട്ട് നമ്മൾ മാറും. അതല്ല ആവശ്യമെന്ന് നമ്മെ പഠിപ്പിക്കുക. നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ട ദൈവത്തെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുവാനും സ്നേഹം കൊടുക്കുവാനും ചേർത്ത് നിർത്തുവാനും അവരെയൊക്കെ സ്നേഹമെന്തെന്ന് പഠിപ്പിക്കുവാനുമൊക്കെ കഴിയും. നിങ്ങൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപവിപ്രവർത്തനങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുവാനും അവർക്ക് കാണിച്ചു കൊടുക്കുവാനും സാധിക്കണം. കണ്ടു പഠിക്കണം, കേട്ടു പഠിക്കണം. പലപ്പോഴും നമ്മുടെ മക്കളെ പഠിക്കുന്നത് മാതാപിതാക്കൾ തമ്മിലുള്ള ശണ്ടയും തെറിവിളികളും ഒക്കെയാണ്. സ്നേഹം പങ്കുവയ്ക്കുന്നത് കാണുവാനായിട്ട് അവർക്ക് അവസരമില്ലാത്ത കുടുംബങ്ങളായി മാറും. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറുന്നത് കാണുവാനുള്ള അവസരം ആകുന്നില്ല. TV കാണുന്ന അപ്പനും മദ്യപിക്കുന്ന അപ്പനും തെറിവിളിക്കുന്ന അമ്മയും പരസ്പരം പോരടിക്കുന്ന ഒരു അമ്മയും അപ്പനെയൊക്കെ കണ്ടു വളരുമ്പോൾ ഈ പക്വത ലഭിക്കാതെ ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യൗസേപ്പും മറിയവും എപ്രകാരം മാതൃകയായിട്ട് മാറിക്കൊണ്ട എല്ലാ കുടുംബങ്ങൾക്കും അനുകരണീയമായിട്ടുള്ള വിശുദ്ധിയുടെ ഒരു കുടുംബമായിട്ട് മാറിയോ, അതുപോലെ മാറുവാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ മാറ്റുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ദൈവകൃപയുടെ നിറവായി മാറുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും എല്ലാ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.